ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പുറപ്പാടിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം. എനിക്ക് പരിചയമുള്ള ഒരു പ്രൊഫസറെക്കുറിച്ച് ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. ഈ പ്രൊഫസർ തൻ്റെ വിഷയത്തിൽ വളരെ അധികം പ്രാവീണ്യമുള്ള അറിവുള്ള വ്യക്തിയാണ്. ഈ വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ, ലെക്ചർ നൽകുമ്പോൾ ഒരു റെഫറൻസ് ബുക്കിൻ്റെയും റെഫറൻസ് നോട്ടിൻ്റെയും ആവശ്യമില്ല. അദ്ദേഹം പഠിപ്പിക്കുന്ന ആ കോളേജിലും ആ യൂണിവേഴ്സിറ്റിയിലും അദ്ദേഹത്തിന് നല്ല പേരാണ്, നല്ല റെപ്യൂട്ടേഷനുള്ള ഈ പ്രൊഫസർ ഒരു ദിവസം ആ യൂണിവേഴ്സിറ്റിയിലെ അധികാരികൾ അദ്ദേഹത്തോട് പുതിയൊരു വിഷയം കൈകാര്യം ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ആ റിക്വസ്റ്റ് സ്വീകരിച്ചു. പുതിയ വിഷയമായതുകൊണ്ട് വളരെ കരുതലോടുകൂടി ആ വിഷയം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ആ യൂണിവേഴ്സിറ്റിയിലും സ്റ്റുഡൻസിൻ്റെ ഇടയിലുമുള്ള സൽപ്പേരിന് യാതൊരു കളങ്കം വരരുത് എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഈ വിഷയം അവതരിപ്പിക്കുവാൻ അദ്ദേഹം ഒരുങ്ങി. ഈ വിഷയത്തെക്കുറിച്ച് ലെക്ചർ കൊടുക്കേണ്ട ആ ദിവസം വന്നു. അന്ന് രാവിലെ അദ്ദേഹം കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് താൻ പ്രിപ്പയർ ചെയ്ത വിഷയത്തിന് ഒരു ഫൈനൽ ടച്ച് കൊടുക്കാനിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ, അവൻ ഒരു പ്രൈമറി സ്കൂളിൽ പഠിക്കുന്നവനാണ്. അവൻ വന്ന് ഡാഡിയോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഹോംവർക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞു, ഒരു വിഷയത്തിൽ മാത്രം ചെയ്തിട്ട് ശരിയാവുന്നില്ല. ഡാഡി പ്ലീസ് ഹെൽപ്പ് മീ. ഈ പ്രൊഫസർ ഒരു ധർമ്മസങ്കടത്തിലായി. തൻ്റെ വിഷയത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫൈനൽ ടച്ച് തീർന്നിട്ടില്ല. മകനെ എങ്ങനെയെങ്കിലും കുറച്ച് സമയം കൂടി മാറ്റി നിർത്തണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അവനോട് പറഞ്ഞു, നീ ഒരിക്കൽ കൂടി മുറിയിൽ ചെന്ന് ഒന്ന് പരിശോധിക്കൂ, ഒന്നുകൂടി പരിശ്രമിക്കൂ. അവൻ ചെന്ന് പരിശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല, വിജയിച്ചില്ല. വീണ്ടും ഡാഡിയുടെ അടുത്തേക്ക് തിരികെ വന്നു. ഡാഡി, ഐ ട്രൈഡ് മൈ ബെസ്റ്റ്, പ്ലീസ് ഹെൽപ്പ് മീ. ഡാഡി കുറച്ച് നേരവും കൂടി അവനെ എൻഗേജ് ചെയ്തിരുത്തണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ മേശയ്ക്ക് ചുറ്റും നോക്കിയപ്പോൾ അവിടെ ഒരു വേൾഡ് മാപ്പിൻ്റെ ചിത്രമിരിക്കുന്നു, പേപ്പർ ഇരിക്കുന്നു. അദ്ദേഹം ആ വേൾഡ് മാപ്പ് എടുത്ത് ആ പേപ്പർ ഇങ്ങനെ പലതായിട്ട് കീറിയിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോൻ മുറിയിൽ ചെന്ന ഈ വേൾഡ് മാപ്പ് ഒന്ന് ശരിയാക്കി കൊണ്ടുവരൂ. അവൻ ഒരു വീർപ്പിച്ച മുഖത്തോടുകൂടി ദുഃഖത്തോടുകൂടി, ഓ ഡാഡി ഡോണ്ട് പുഷ് മീ, എന്നെ അങ്ങോട്ട് തള്ളി മാറ്റല്ലേ എന്ന് പറഞ്ഞ് അവൻ ചില ദുഃഖത്തോടുകൂടി വീണ്ടും മുറിയിലേക്ക് പോയി. ഡാഡി തൻ്റെ ഫൈനൽ ടച്ച് കൊടുക്കുവാൻ ഒരുങ്ങി. അധികം താമസിയാതെ തന്നെ ഈ മകൻ തിരികെ വന്നപ്പോൾ അവൻ്റെ കയ്യിൽ ഈ വേൾഡ് മാപ്പ് വളരെ ഇൻടാക്റ്റായിട്ടിരിക്കുകയാണ്. ഡാഡി വളരെ അതിശയത്തോട് ചോദിച്ചു, മകനെ നിനക്കിതെങ്ങനെ സാധിച്ചു? അപ്പോൾ അവൻ പറഞ്ഞു, ഡാഡി തന്ന ആ പേപ്പർ ഞാനിങ്ങനെ തിരിച്ചും മറിച്ചും നോക്കുമ്പോൾ
ഓരോ പേപ്പറിൻ്റെ പിന്നിലും ഒരു ഔട്ട്ലൈൻ കണ്ടു, ഒരു വരി കണ്ടു. ആ വര എന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, അതൊരു മനുഷ്യരൂപത്തിൻ്റെ ഔട്ട്ലൈനാണ്. അപ്പം ഞാൻ എല്ലാ പേപ്പറുകളും കമഴ്ത്തി വെച്ച് ഈ മനുഷ്യനെ ശരിയാക്കിയപ്പോൾ മനുഷ്യൻ ശരിയായപ്പോൾ ഡാഡി ഈ വേൾഡും ശരിയായി. വളരെ പ്രാവീണ്യമുള്ള അറിവുള്ള ഈ പ്രൊഫസർക്ക് ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലായി. ഈ ലോകം നന്നാകണമെങ്കിൽ മനുഷ്യൻ നന്നാകണം. മനുഷ്യൻ നന്നാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നു, ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായ, ദൈവത്തിൻ്റെ സാദൃശ്യം എന്താണെന്ന് വീണ്ടും നാം അന്വേഷിക്കുകയാണെങ്കിൽ ബൈബിളിലേക്ക് തിരിയുമ്പോൾ യോഹന്നാൻ്റെ ലേഖനം 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ ദൈവത്തിന് നൽകുന്ന ഒരു നിർവചനം ഇതാണ്. വളരെ ലളിതവും എന്നാൽ ഏറ്റവും ആഴത്തിലുമുള്ള നിർവചനമാണ്. ദൈവം സ്നേഹമാകുന്നു. ദൈവത്തിൻ്റെ രൂപം സ്നേഹമാകുന്നു. മനുഷ്യൻ സ്നേഹത്തിൽ ജീവിക്കുമ്പോൾ അവൻ പെർഫെക്റ്റായിത്തീരുന്നു. ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും സ്നേഹിക്കുന്നവരാണ്. സ്നേഹിക്കാതെയും സ്നേഹിക്കപ്പെടാതെയും ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ജീവിക്കാൻ സാധിക്കുകയില്ല. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്ക് സ്നേഹിക്കാൻ ആരുമില്ല എന്ന് തെറ്റിദ്ധരിക്കുമ്പോഴാണ് മനുഷ്യർ ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് നീങ്ങിപ്പോകുന്നത്, സ്വന്തം ജീവൻ നശിപ്പിക്കുന്നത് തന്നെ. എന്നാൽ എന്താണ് ഒരു വ്യക്തിയെ മറ്റു വ്യക്തിയിൽ നിന്നും വേർതിരിച്ച് ഈ വ്യക്തി ക്രിസ്ത്യാനി എന്ന് പറയാൻ കാരണം? ബൈബിളിലേക്ക് തിരിയുമ്പോൾ യേശു തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 13-ാമത്തെ അധ്യായം 34-35 വാക്യത്തിലൂടെയാണ് യേശു നൽകുന്ന ഈ ഉത്തരം നാം കേൾക്കുക. ആ ഉത്തരം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു കൽപ്പന നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെയുള്ള സ്നേഹം പ്രാവർത്തികമാക്കുന്നത് കാണുമ്പോൾ ഈ ലോകം മനസ്സിലാക്കും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ് എന്ന്. ഞാൻ ചോദിച്ചത് ഒരു ക്രിസ്ത്യാനിയുടെ അടയാളം എന്താണെന്നാണ്. ഒരു ക്രിസ്ത്യാനിയുടെ അടയാളം സ്നേഹമാണ്. എങ്ങനെയുള്ള സ്നേഹമാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും സ്നേഹിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ എല്ലാ മനുഷ്യരും ക്രിസ്ത്യാനി ആയിരിക്കേണ്ടതാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ, ഒരു വ്യക്തിയെ ക്രിസ്ത്യാനിയാക്കുന്ന സ്നേഹം സാധാരണ ലോകത്തിൽ കാണുന്ന സ്നേഹം പോലെയല്ല. ആ സ്നേഹം ഏതു വിധത്തിലായിരിക്കണമെന്ന് യേശു തന്നെ വ്യക്തമായിട്ട് സുവിശേഷത്തിൽ പറയുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 13-ാമത്തെ അധ്യായത്തിൽ 34-35 വാക്യങ്ങളിലും നാം അത് വായിക്കുന്നു. വീണ്ടും 15-ാമത്തെ അധ്യായത്തിൽ 12-13 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതനു വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. എന്നാൽ ഒരു വ്യക്തിയെ ക്രിസ്ത്യാനിയാക്കുന്നത് സ്നേഹമാണെങ്കിൽ ആ സ്നേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ആ പ്രത്യേകതയാകട്ടെ, യേശു നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മളും പരസ്പരം സ്നേഹിക്കണം. അങ്ങനെയുള്ള സ്നേഹം നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് കാണുമ്പോൾ ലോകം അല്ലെങ്കിൽ മറ്റുള്ളവർ മനസ്സിലാക്കും ഇവർ യേശുവിൻ്റെ ശിഷ്യന്മാരാണ് എന്ന്. യേശുവിൻ്റെ ശിഷ്യന്മാരെ ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത് അന്ത്യോക്യയിൽ വെച്ചാണ്. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ നാം ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. അന്ത്യോക്യയിൽ വെച്ചാണ് യേശുവിൻ്റെ ശിഷ്യന്മാരെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കാൻ തുടങ്ങിയത്.
അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ അടയാളം സ്നേഹമാണ്. ആ സ്നേഹമാകട്ടെ യേശു നമ്മെ സ്നേഹിച്ചതുപോലെയുള്ള സ്നേഹമാണ്. ഈ സ്നേഹത്തെക്കുറിച്ച് പൗലോസ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. നിഷ്കളങ്കമായ സ്നേഹത്തോടുകൂടി സ്നേഹിക്കുമ്പോൾ വീണ്ടും 10-ാമത്തെ അധ്യായം വരുമ്പോൾ പൗലോസ്ലീഹ വീണ്ടും ഈ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. നിങ്ങൾ സ്നേഹം പ്രാവർത്തികമാക്കുമ്പോൾ മറ്റെല്ലാ കൽപ്പനകളും പാലിച്ചു കഴിഞ്ഞു. അപ്പോൾ നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം പ്രാവർത്തികമാക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അങ്ങനെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പെർഫെക്റ്റായിട്ടുള്ള മനുഷ്യജീവിതം മനുഷ്യൻ നന്നായി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ഈ ലോകവും നന്നായി ജീവിക്കും. ആയതിനാൽ പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ലോകത്തിൽ കാണുന്ന സ്നേഹം അല്ല നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടത്. അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്, നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപരാകരുത്, മറിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങളെ തന്നെ നവീകരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ടുള്ളതെന്തെന്ന് തെറ്റായിട്ടുള്ളതെന്തെന്ന് ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും സാധിക്കും എന്ന് ആ 12-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വാക്യത്തിലെ ആ ഉള്ളടക്കം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഈ ലോകത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും വീഴ്ചകൾ പറ്റും, കുറവുകൾ പറ്റും, നമ്മളുടെ വ്യക്തിത്വത്തിൽ അപാകതകൾ കടന്നുകൂടും. അപ്പോൾ മനുഷ്യൻ നല്ലതല്ല. മനുഷ്യനെ നോക്കിക്കൊണ്ട് ദൈവം ഇപ്രകാരം പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദുഃഖിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച്, ആ ഫീലിങ്ങിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരരെ, ഈ ലോകമെന്ന് പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം മനുഷ്യൻ നന്നാവുക എന്നുള്ളതാണ്. മനുഷ്യൻ നന്നാകണമെങ്കിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നുള്ള ആ ബോധ്യം ഉണ്ടാകണം. അത് മനസ്സിലുണ്ടായാൽ പോരാ, ആ അറിവുണ്ടായാൽ പോരാ, അതൊരു ബോധ്യമായിട്ട് മാറണം. ഞാൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ്. ദൈവം പരിപൂർണനായിരിക്കുന്നതിലെ പരിപൂർണരായിരിക്കുക എന്നുള്ള ഒരു വിളിയാണ് സകല മനുഷ്യർക്കും കിട്ടിയിട്ടുള്ളത്. ആ വിളി അനുസരിച്ച് ജീവിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പെർഫെക്ഷൻ കണ്ടെത്താൻ സാധിക്കും. നാം എത്ര പെർഫെക്റ്റ് ആയെന്നാലും യേശുവിനെ പോലെയുള്ള സ്നേഹം പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് നാം നിരന്തരം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ഒരു സഹോദരി ഗോവക്കാരിയാണ്. അവർ ഒരു ദിവസം എൻ്റെ അടുക്കൽ വന്ന്, അച്ചോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നാവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഞാൻ ചോദിച്ചു, എന്ത് നിയോഗത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പോഴാ സഹോദരി പറഞ്ഞു, അച്ചോ എനിക്ക് പുതിയൊരു കമ്പനിയിൽ വളരെയധികം ആനുകൂല്യങ്ങളുള്ള നല്ലൊരു ജോലി ഓഫർ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ആ ജോലി ഓഫർ ലെറ്റർ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. പക്ഷേ ആ ജോലിയിൽ ചേരണമെങ്കിൽ പഴയ കമ്പനിയിൽ നിന്ന് ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റിനായി മാനേജറെ ഞാൻ പല പ്രാവശ്യം സമീപിച്ചു. അദ്ദേഹം 2 ദിവസം കഴിഞ്ഞു വരൂ, ഒരാഴ്ച കഴിഞ്ഞു വരൂ, അങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞു. ഏതാനും മാസങ്ങളിപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് പുതിയ കമ്പനിയിൽ നിർദ്ദേശം തന്നിരിക്കുകയാണ്, ഒരാഴ്ചക്കുള്ളിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റുമായി ജോലിയിൽ പ്രവേശിക്കുന്നില്ല എങ്കിൽ ഇനിയും ഞങ്ങൾക്ക് നിങ്ങളെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, വേറെ ആളെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ ഇവർ ആ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അത് ലഭിക്കുന്നതിന് എൻ്റെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വന്നത്. അപ്പം ഞാൻ ആ സഹോദരിയുമായിട്ട് അല്പനേരം പ്രാർത്ഥിച്ചു. ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വചനം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ആ വചനം ഇതാണ്:
ഐസയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 59 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. നിന്നെ കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ കാതുകൾക്ക് മാന്ദ്യവും സംഭവിച്ചിട്ടില്ല. എങ്കിലും നിൻ്റെ പ്രാർത്ഥന എൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല. കാരണം എനിക്കും നിനക്കുമിടയ്ക്ക് ഒരു തടസ്സം വന്നിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, നിൻ്റെ തന്നെ പാപമാണ്. ഈ ബൈബിൾ ഭാഗം വായിച്ചിട്ട് ആ സഹോദരി പറഞ്ഞു, അച്ചോ, ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എൻ്റെ പാപം ആണിതിൻ്റെ തടസ്സമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അച്ഛൻ്റെ അടുത്ത് വന്നാണല്ലോ ഞാൻ കുമ്പസാരിക്കുക. എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അച്ഛൻ്റെ അടുത്ത് അപ്പോയിൻമെൻ്റ് എടുത്ത് വന്ന് ഞാൻ ഉടനെ കുമ്പസാരിച്ച് ആ പാപത്തിന് മോചനം നേടുന്നത് അച്ഛൻ അറിയാമല്ലോ. അവർ പറഞ്ഞത് ശരിയാണ്, എനിക്കറിയാം. അവർ അപ്പോയിൻമെൻ്റ് എടുത്ത് തന്നെ എൻ്റെ അടുത്ത് വന്ന് കുമ്പസാരിക്കുന്നവരാണ്. എങ്കിലും വചനത്തിന് വ്യത്യാസം വരാൻ നിവൃത്തിയില്ല. വചനം സത്യമാണ്. ഞാൻ വീണ്ടും അവരൊത്ത് പ്രാർത്ഥിച്ചു, ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ചപ്പോൾ മറ്റൊരു വചനം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ആ വചനം മറ്റൊന്നുമല്ല, യോഹന്നാൻ എഴുതിയ 1 ലേഖനത്തിലെ 3 അധ്യായം 15 വാക്യമാണ്. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. ഈ വചനം വായിച്ച് അവർ കരയാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഈ വചനം ശരിയാണച്ചോ. കാരണം എൻ്റെ പഴയ കമ്പനിയിലെ ഒരു സഹപ്രവർത്തകനുമായി ഞാൻ വലിയ വഴക്കിലാണ്. അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ ദേഷ്യം വരും. അത്രയും ദേഷ്യവും വെറുപ്പുമാണ് ആ മനുഷ്യനോട്. അതുകൊണ്ട് ഈ വചനം ശരിയാണച്ചോ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ സഹോദരനോട് ക്ഷമിക്കുക. ആ സഹോദരനോട് ക്ഷമിച്ചിട്ട് മാനേജറുടെ അടുത്ത് നിന്ന് ഈ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുക. തീർച്ചയായിട്ടും അത് ലഭിക്കും. അവരോടൊത്ത് അല്പനേരം കൂടി പ്രാർത്ഥിച്ചു. ക്ഷമിക്കാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ എൻ്റെ ഓഫീസിൽ നിന്നും പോയി. അച്ചോ, ഇന്ന് തന്നെ ഞാൻ എൻ്റെ ആ സഹപ്രവർത്തകനെ കണ്ട് സംസാരിക്കുന്നുണ്ട്, അദ്ദേഹമായിട്ട് അനുരഞ്ജനപ്പെടുന്നുണ്ട്. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ ഓഫീസിൽ വന്നു. അപ്പോൾ അവരുടെ കയ്യിൽ ഈ പേപ്പറുമുണ്ട്. അച്ചോ, എനിക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. എന്നിട്ട് സന്തോഷത്തോടുകൂടി അവർ പറയുകയാണ്, ഞാൻ അച്ഛൻ്റെ ഓഫീസിൽ നിന്നും പോയത് നേരിട്ട് എൻ്റെ ഈ സഹപ്രവർത്തകനെ കാണാനായിട്ടാണ്. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആ ദ്വേഷത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. ഞാൻ മാപ്പ് ചോദിച്ചു. അദ്ദേഹവും എന്നോട് മാപ്പ് ചോദിച്ചു. ഞാനും പല വിധത്തിൽ സഹോദരിയെ വേദനിപ്പിച്ചു. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള വിദ്വേഷവും വെറുപ്പും ഒക്കെ മനസ്സിലുണ്ടായത്. എനിക്കും മാപ്പ് തരൂ. അവർ പരസ്പരം മാപ്പ് കൊടുത്തു, മാപ്പ് സ്വീകരിച്ചു. എന്നിട്ട് നേരെ മാനേജറുടെ അടുത്ത് ചെന്നപ്പോൾ പിന്നെ ഒന്നും ചോദിച്ചില്ല. അദ്ദേഹം അവിടെ വെച്ച് തന്നെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ടൈപ്പ് ചെയ്ത് ഒപ്പിട്ട് സീല് വെച്ച് ആ സഹോദരിക്ക് കൊടുത്തു. ഇത് ഏതാണ്ട് 7-8 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഇപ്പോഴും ആ സഹോദരി പുതിയ ജോലിയിൽ സന്തോഷത്തോടുകൂടി ആ ജോലി ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും എവിടെ നമുക്ക് നഷ്ടപ്പെട്ടുവോ അത് നമ്മൾ വീണ്ടെടുക്കുമ്പോഴാണ് മനുഷ്യർ പെർഫെക്റ്റ് ആവുന്നത്. മറ്റെന്തെല്ലാം നന്മകൾ ചെയ്തെന്നാലും ആ നന്മകൾ നമ്മളുടെ പാപത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ പരിഹാരമാകുന്നില്ല. ആരോട് വിദ്വേഷമുണ്ടോ, ആരോട് വെറുപ്പുണ്ടോ, അത് മാറ്റുമ്പോഴാണ് ആ മേഖലയിൽ നമ്മൾ പരിപൂർണരായിത്തീരുക. ഞാൻ പറയുന്നതൊക്കെ പലരുടെയും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നും വചനത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുമാണ്. മാർക്കോസ് എഴുതിയ ലേഖനത്തിൽ 11 അധ്യായത്തിൽ 24-25 വാക്യങ്ങൾ നമുക്കൊക്കെ സുപരിചിതമായിരിക്കാം. അവിടെ പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് ഉറപ്പിച്ചു പറയുകയാണ്, പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നീ പ്രാർത്ഥനയിൽ ചോദിക്കുന്നതെന്തും നിനക്ക് ലഭിക്കുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, അത് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മാർക്കോസ് 11:24 വാക്യമാണത്. 25 വാക്യത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ
പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിദ്വേഷമോ വെറുപ്പോ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, അറിയുകയാണെങ്കിൽ ആ വ്യക്തിയോട് ക്ഷമിക്കുക. അപ്പോൾ ദൈവം നിങ്ങളോടും ക്ഷമിക്കും. എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ആര് എന്നെ വേദനിപ്പിച്ചോ ദ്രോഹിച്ചുവോ ആ വ്യക്തിയോടുള്ള എൻ്റെ വൈരാഗ്യം, എൻ്റെ വെറുപ്പ്, എൻ്റെ ദ്വേഷ്യം ഞാൻ ക്ഷമിച്ചുകൊണ്ട് മാറ്റുമ്പോൾ ആ വ്യക്തിയോട് ഞാൻ അനുരഞ്ജനപ്പെട്ട് കഴിഞ്ഞു. അതേപോലെ തന്നെ ആർക്കെങ്കിലും ഇങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്ന പക്ഷം അവരോടും ഐക്യപ്പെടണം, അനുരഞ്ജനപ്പെടണം, വഴക്കും വിദ്വേഷവും വൈരാഗ്യവും മാറ്റിക്കളയണം എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ മലയിലെ പ്രസംഗം മത്തായിയുടെ സുവിശേഷ പ്രകാരം 5-ാമത്തെ അധ്യായം മുതലാണല്ലോ തുടങ്ങുക. അവിടെ 23-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നീ ബലിവസ്തുക്കളുമായി ബലിയർപ്പിക്കുവാൻ ബലിപീഠത്തെ സമീപിക്കുമ്പോൾ അവിടെ നീ ഓർക്കുകയാണ്, ആർക്കെങ്കിലും നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്ന പക്ഷം ബലിവസ്തുക്കളൊക്കെ അവിടെ വെച്ച് തിരികെ ചെന്ന് ആ വ്യക്തിയുമായി അനുരഞ്ജനപ്പെടുക, എന്നിട്ട് വന്ന് ബലി അർപ്പിക്കുക. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ച് അവരോട് അനുരഞ്ജനപ്പെടുക. ആർക്കെങ്കിലും നിന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 23-24 വാക്യപ്രകാരം അവരുമായിട്ടും അനുരഞ്ജനപ്പെടുക. അങ്ങനെ ഏതു വിധത്തിൽ എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും, ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അനുരഞ്ജനം നേടിക്കഴിയുമ്പോഴാണ് നമ്മൾ പരിപൂർണരായിത്തീരുക. കാരണം വചനത്തിൽ നാം വായിക്കുന്നു, നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനത്തിലെ 3-ാമത്തെ അധ്യായം 1-ാമത്തെ അധ്യായം തന്നെ 15-ാമത്തെ വാക്യത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസ്ലീഹ പറയുകയാണ്, നിങ്ങളുടെ പിതാവ് പരിപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നിങ്ങളുടെ പിതാവ് പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ദൈവത്തിൻ്റെ ഛായ സ്നേഹത്തിൻ്റെ ഛായയാണ്. ദൈവത്തിൻ്റെ ഛായ പരിശുദ്ധിയുടെ ഛായയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെല്ലാവരും ആ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും എപ്രകാരം നമുക്ക് നഷ്ടപ്പെട്ടുവോ അത് മനസ്സിലാക്കി ആ നഷ്ടപ്പെട്ട ആ ഛായ, ആ പ്രതിച്ഛായ വീണ്ടെടുക്കുമ്പോൾ നമ്മൾ പരിപൂർണരായിത്തീരും. യേശുവിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ രൂപം പരിപൂർണമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തന്നത് യേശുവാണ്. പൗലോസ്ലീഹ അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: കർത്താവായ യേശു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉയരവും ആഴവും വീതിയും നീളവും ഘനവും ഒക്കെ നിങ്ങൾക്ക് അനുഭവേദ്യമാക്കി തരട്ടെ, വെളിപ്പെടുത്തി തരട്ടെ എന്ന് പൗലോസ്ലീഹ വായിക്കുന്നുണ്ട്. പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കൊന്ന് യേശുവിലേക്ക് തന്നെ വീണ്ടും തിരികെ വരാം. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, അല്ലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അവിടുന്ന് ഇത് പറഞ്ഞപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 12 മുതലുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഉദ്ധരിച്ചത്. ആ ഭാഗം നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ യേശു പറയുകയാണ്, ഞാൻ ഇനി നിങ്ങളെ സേവകരെന്ന് വിളിക്കുന്നില്ല, ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിക്കുന്നു. യേശു നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു എന്നാണ് യോഹന്നാൻ ശ്ലീഹ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക. യേശു നമ്മെ സ്നേഹിക്കുകയും സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് വാക്കുകൊണ്ട് മാത്രമല്ല പഠിപ്പിച്ചത്. അവിടുന്ന് തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി സമർപ്പിച്ചു. തൻ്റെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് നമ്മോടുള്ള സ്നേഹത്തെ അവിടുന്ന് സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്തി തന്നു. എന്നിട്ട് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, അല്ലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. പ്രിയ സഹോദരി സഹോദരന്മാരെ, പുറപ്പാടിൻ്റെ ഈ പുതിയ എപ്പിസോഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും ആഴവും വീതിയും ഘനവും ഒക്കെ അനുഭവിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന മറ്റൊരു വചനം ഇതാണ്:
റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യൻ പാപിക്ക് വേണ്ടി, ഒരു മോശപ്പെട്ട മനുഷ്യന് വേണ്ടി മരിക്കാൻ തയ്യാറാകുമോ? ഒരു പക്ഷേ ഒരു കുറ്റവാളിക്ക് വേണ്ടി മരിക്കുവാൻ ആരും മുന്നോട്ട് വന്നെന്ന് വരികയില്ല. ഒരു നീതിമാന് വേണ്ടി, ലോകത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുള്ള നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നേക്കാം. എന്നാൽ യേശു നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ നാം ആരായിരുന്നു? നാം പാപികളായിരുന്നു. പാപം ചെയ്ത് പാപിയായി തീർന്നപ്പോൾ നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ ശത്രുക്കളാക്കി മാറ്റി. ദൈവത്തിന് ആരോടും ശത്രുതയില്ല എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് മനുഷ്യരായ നമ്മൾ പാപം ചെയ്യുമ്പോൾ നുണയന്മാരുടെ പിതാവുമായ സാത്താനെ സ്വീകരിക്കുകയും ദൈവത്തിൻ്റെ സത്യവും നീതിയും സ്നേഹവും ഒക്കെയായ ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് നുണയനും ചതിയനും വഞ്ചകനുമായ സാത്താനെ നാം സ്വീകരിക്കുമ്പോൾ സാത്താൻ ദൈവത്തിൻ്റെ ശത്രുവാണ്. ദൈവം മനുഷ്യനോട് എന്തു പറഞ്ഞിട്ടുണ്ടോ അതിനെതിരായി പ്രവർത്തിപ്പിക്കുക. ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം ആരംഭം മുതൽ. അങ്ങനെയെങ്കിൽ നാം അവനോട് ചേർന്ന് പാപം ചെയ്ത് ദൈവത്തിൻ്റെ ശത്രുക്കളാക്കി നമ്മെ തന്നെ മാറ്റിയപ്പോൾ നമുക്ക് വേണ്ടി മരിച്ചുകൊണ്ട് അവൻ ദൈവത്തോട് നമ്മെ അനുരഞ്ജനപ്പെടുത്തി. റോമ 5:5 പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക ഛായ സാദൃശ്യം നിലനിർത്തി പെർഫെക്റ്റായിട്ടുള്ള മനുഷ്യനായിട്ട് ജീവിക്കാൻ പരിശ്രമിക്കാം. ലോകം അത്രയും നന്നായിരിക്കും. ഞാൻ എന്തുമാത്രം നന്നാവുന്നുവോ അത്രയും ലോകം നന്നായി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹ